ഗുരുചരണത്തിലേക്ക് സ്നേഹവന്ദനം. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. സാമാന്യം ദീർഘമായ ഒരു സ്നേഹഭാഷത്തിലൂടെ ആയിരുന്നു നമ്മൾ ഈ ദിനങ്ങളിൽ കടന്നുപോയത്. പറഞ്ഞു തീരാത്ത ഒരു കഥയാണ് യേശു എന്നൊക്കെ പറയുന്നത് പോലെ പറഞ്ഞു തീരാത്ത, കേട്ട് മതിവരാത്ത ഒരു വിചാരത്തിൻ്റെ പേരാ സ്നേഹം. എല്ലാവരും ഏതെങ്കിലുമൊക്കെ രീതിയിൽ അതിനെക്കുറിച്ചാണ് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ അത്ര ഭേദപ്പെട്ട ഒരു ഭാഷയാവണമെന്നില്ല. പഴയ കഥ കണക്ക് അമ്മ മടങ്ങിയെത്തുമ്പോൾ മൂത്ത കുട്ടി വളരെ സങ്കടത്തോടുകൂടി പറയുകയാണ്, അമ്മ നമ്മൾ വാങ്ങി ഒട്ടിച്ച ആ വാൾപേപ്പർ മുഴുവൻ ഇങ്ങനെ ഇളയവള ക്രയോൺസ് കൊണ്ട് ഇങ്ങനെ കുത്തി വരച്ച് വൃത്തികേടാക്കി. പാവപ്പെട്ടവരുടെ ചെറിയ വീടാണ്. അത്രയും ശ്രദ്ധയോടുകൂടി അതിനെ ഭംഗിയാക്കി സൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വിലപിടിപ്പുള്ള ഈ വാൾപേപ്പറൊക്കെ ഒട്ടിച്ചത്. അമ്മയ്ക്കും ആവശ്യത്തിലേറെ ദുഃഖവും ക്ഷോഭവും ഒക്കെ ഉണ്ടായി. നിറയെ കുത്തി വരച്ചിരിക്കുക. പക്ഷെ ഒരേ ഒരു കാര്യം മാത്രമാണ് ഈ കുട്ടി കുത്തി വരച്ചിരിക്കുന്നത്, പല വർണ്ണങ്ങളിൽ കുത്തി വരച്ചിരിക്കുന്ന അമ്മയ്ക്ക് പിടുത്തം കിട്ടി. അമ്മ അത് സൂക്ഷിച്ചു വായിച്ചു. ഓരോന്നിലും എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: മമ്മ ഐ ലവ് യു, മമ്മ ഐ ലവ് യു. ഒറ്റ നോട്ടത്തിൽ നമുക്ക് വെറുപ്പ് തോന്നുന്ന, ഒറ്റ നോട്ടത്തിൽ നമ്മുടെ മനസ്സിന് അംഗീകരിക്കാനാവാത്ത ചില കാര്യങ്ങൾക്കകത്ത് പോലും മനുഷ്യൻ എഴുതാൻ ശ്രമിക്കുന്നത് ആ വാക്ക് തന്നെ, ഐ ലവ് യു. പക്ഷേ ലോകത്ത് എത്ര പറഞ്ഞാലും ഇങ്ങനെ മനുഷ്യന് മതി വരാത്ത, മനുഷ്യന് പഴയതെന്ന് തോന്നാത്ത ഒരൊറ്റ വാക്കേ ഉള്ളത്, ഞാൻ സ്നേഹിക്കുന്നു എന്നുള്ള വാക്കാണ്. നിങ്ങളൊരു 10-30 വർഷത്തെ ഒരു സൗഹൃദത്തിൻ്റെയോ പ്രണയത്തിൻ്റെയോ ദാമ്പത്യത്തിൻ്റെയോ ഒക്കെ ഒടുവിൽ പോലും ആ വാക്കൊന്ന് ഉറ്റയാളോടൊന്ന് മന്ത്രിച്ച് നോക്കുക, ഐ ലവ് യു. എന്തൊരു ഹർഷമാണ് ഉണ്ടാകുന്നത്. എത്ര പെട്ടെന്നാണ് ഈ വരണ്ട മണ്ണിലേക്ക് ആ മുഴുവൻ മഴയും കൂടി ഇങ്ങനെ പെയ്തിറങ്ങുന്നത്. ഇത്രയും ഈർപ്പമുള്ളൊരു വാക്ക് വേറെയില്ല, സ്നേഹം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്നേഹത്തിൽ മുമ്പോട്ട് പോകുക എന്നുള്ളതല്ലാതെ വേറെ ഒരർത്ഥവുമില്ല ഒന്നിനെക്കുറിച്ചും. അത് ഏറ്റവും ഭംഗിയായിട്ട് പറയുന്നത് ലിസ്യുവിലെ തെരേസ്യ, കൊച്ചുറേസ്യ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആ പെൺകുട്ടിയാണ്, ആ ചെറിയ കന്യാസ്ത്രീയാണ്. മൈ വൊക്കേഷൻ ഈസ് ടു ലവ്. സ്നേഹമാണ് എൻ്റെ ദൈവവിളി. ദൈവവിളി എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ ഈ പൗരോഹിത്യമോ സന്യാസമോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് നമ്മൾ ഇത് ധരിച്ചു വച്ചിരിക്കുന്നത്. ഓരോരുത്തർക്കും ഉള്ള വളരെ ഭംഗിയുള്ള, വളരെ ഡിവൈനായ ഒരു ഇൻവിറ്റേഷൻ്റെ പേരാണ് ഈ ദൈവവിളി എന്ന് പറയുന്നത്. ഓരോന്നും ദൈവവിളി തന്നെ. എന്താ ദൈവവിളി എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ വെറുതെ ആ ഗലീലെ കടൽ തീരത്തേക്ക് നമ്മൾ പോവുക. അവിടെ ഇങ്ങനെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന കുറേ മനുഷ്യരോട് യേശു പറഞ്ഞു, വരൂ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. പക്ഷേ ഈ ഭൂതലത്തിൽ മുഴങ്ങിയ ഏറ്റവും ഭംഗിയുള്ള പുരാതന കവിതകളിലൊന്നാണിത്, മനുഷ്യരെ പിടിക്കുക എന്ന് പറഞ്ഞത്. മനുഷ്യനുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ ഏർപ്പെടുക എന്നുള്ളതിന് ഒരു പക്ഷേ വേദപുസ്തകം കരുതി വെക്കുന്ന വാക്കാണ് ദൈവവിളി. എല്ലാ ജീവിതവും ഭംഗിയുള്ളതാവുന്നത്, എല്ലാ ജീവിതവും ആഴമുള്ളതായിട്ട് മാറുന്നത്, എല്ലാ ജീവിതവും കുലീനമായിട്ട് മാറുന്നത് അതിന് മനുഷ്യനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമ്പോൾ, എന്തെങ്കിലും ഒരു കാര്യം കൺസ്ട്രക്റ്റീവായിട്ട് ചെയ്യാനാകുമ്പോഴാണ്. അത്തരമൊരു ദൈവവിളി എല്ലാവർക്കും ഉണ്ട്. കൃഷി ചെയ്യുന്നവർക്കും, വല കെട്ടുന്നവർക്കും, പാടം കളക്കുന്നവർക്കും, കെട്ടിടം പണിയുന്നവർക്കും, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവർക്കും ഒക്കെ ആ ഒരു ദൈവവിളിയുണ്ട്. മനുഷ്യനുമായി ബന്ധപ്പെട്ട എനിക്കൊരു ഉത്തരവാദിത്തമുണ്ടെന്നുള്ള ഒരു ബോധത്തിൻ്റെ മിന്നലിൽ നിന്നാണ് ഈ ദൈവവിളി എന്നുള്ള പദം ഉണ്ടാകുന്നത്. എല്ലാവർക്കും എന്തോ ഒരു കാര്യം ഈ പറഞ്ഞ മാനവരാശിയുമായി ബന്ധപ്പെട്ട് ചെയ്യാനും പൂർത്തിയാക്കാനുമുണ്ട്. അപ്പോൾ ഒരാൾ തൻ്റെ ഈ ദൈവവിളിയിൽ എന്തുമാത്രം മുമ്പോട്ട് പോയെന്ന് അളക്കാനായിട്ട് അയാൾ ഏകം എന്താ? ഇപ്പം എന്നെ കണക്കുള്ള ഒരു മനുഷ്യനെ എടുക്കുക, ഞാൻ എവിടെയെങ്കിലും എത്തിയോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് എന്താണ് അളക്കാനുള്ളൊരു മാനദണ്ഡം? ഒരു ജോലിയുള്ളൊരു വ്യക്തിയാണെങ്കിൽ അയാൾ ഒരുപക്ഷെ പറമ്പ് വാങ്ങിയിട്ടുണ്ടാവും,
വീട് പുതുക്കി പണിതിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ അയാൾക്കൊരു തുടർച്ചയോ കുടുംബമൊക്കെ ഉണ്ടാവും. ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാളെങ്ങനെയാണ് അയാളുടെ ജീവിതത്തിൻ്റെ ആ മുന്നോട്ടുള്ള യാത്രയെ അസസ് ചെയ്യുക? ഒന്നുമില്ല, അബ്സല്യൂട്ട്ലി ഒന്നുമില്ല. ഒറ്റ ഏകം മാത്രമേ ഉള്ളൂ, ഹൗ ഫാർ യു ട്രാവൽ ഇൻ ദ പാത്ത് ഓഫ് ലവ്. എൻ്റെ സ്നേഹവഴിയിൽ നീ എന്തുമാത്രം സഞ്ചരിച്ചു. വളരെ ഒരു കൗമാരക്കാരൻ നിലയിലാണ് ആശ്രമത്തിൽ ചേരുന്നത്. അന്നൊരു 10-15 വയസ്സുള്ള ഒരു കുട്ടിയിൽ നിന്ന് 52 വയസ്സ് 53 വയസ്സിലേക്ക് ഒരാൾ എത്തുമ്പോഴേക്കും അയാളുടെ ജീവിതത്തെ അളക്കാനായിട്ട് എന്ത് നാഴികക്കല്ല ഉള്ളത്. അപ്പോടെ എനിക്ക് എന്നോട് തന്നെ ചോദിക്കേണ്ട ബാധ്യതയുണ്ട്. അന്ന് ആ ഒരു ആശ്രമത്തിൻ്റെ ഒരു പാർലറിൽ പരിങ്ങി നിന്നിരുന്ന, ആവശ്യലേറെ ഭീതിയൊക്കെ ആയിട്ട് നിന്നിരുന്ന ഒരു കുട്ടിയിൽ നിന്ന് ഞാൻ എന്തുമാത്രം സ്നേഹത്തിൽ മുമ്പോട്ട് പോയി. ചിലപ്പോൾ തോന്നുന്നു കാര്യമായ സഞ്ചാരവും നടന്നിട്ടില്ല. അതേ മുറിയിൽ ആ ഒരു പഴയ ബാഗൊക്കെ പിടിച്ചുകൊണ്ട് ഒരാൾ നിൽക്കുക. ഇതെന്നെ മാത്രം അലട്ടുന്ന ഒരു പ്രശ്നമാണെന്ന് ഞാൻ കരുതുന്നില്ല. എല്ലാവർക്കും ഒരു റിട്രോസ്പെക്ഷൻ ഈ വിചാരത്തെ ഒന്ന് സ്വീകരിച്ചാൽ നല്ലതാണ്. തങ്ങളുടെ ഓരോരോ കർമ്മങ്ങളിൽ നമ്മൾ എത്ര ദൂരം സ്നേഹത്തിൽ മുമ്പോട്ട് പോയി. അധ്യാപകനായിരിക്കാം നിങ്ങൾ എത്ര കാലം മുമ്പോട്ട് പോയെന്ന് അളക്കാനായിട്ട് എന്താ മാനദണ്ഡം? കുറച്ച് സീനിയോറിറ്റി വർദ്ധിച്ച് പഠിപ്പിച്ച അതേ വിദ്യാലയത്തിലെ പ്രിൻസിപ്പളായി മാറുകയോ എന്നുള്ള അതാ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. അതെന്തെങ്കിലും ഒരു തരത്തിൽ നിങ്ങളുടെ ഏജിൻ്റെ മെരിറ്റ് അല്ലാതെ മറ്റെന്തെങ്കിലും ഘടകം അതിന് മുന്നിലുള്ളതായിട്ടും തോന്നുന്നില്ല. പക്ഷേ നിങ്ങൾ എത്ര സ്നേഹമുള്ള അധ്യാപകനായി പരിവർത്തനം ചെയ്യപ്പെടുന്നുള്ളത് തന്നെ പ്രധാനം. സ്നേഹത്തിലുള്ള സഞ്ചാരം തന്നെയാണ് മനുഷ്യൻ അവൻ്റെ ജീവിതത്തെ അസസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ഏകകം. ഒരു പേരൻ്റ് എന്ന നിലയിൽ പോലും നിങ്ങൾ എടുക്കുക. കുട്ടിയുടെ 10ാം ബർത്ത്ഡേ ആണ്, നിങ്ങൾ അത് ആഘോഷിക്കുന്നുണ്ട്. കുട്ടിയുടെ വളർച്ചയെ അളക്കാനായിട്ട് നമുക്ക് ഓരോ പിറന്നാൾ ദിനങ്ങളുമുണ്ട്. പക്ഷേ കുട്ടി മാത്രമല്ല പിറന്നത്. ഒരു കുട്ടി പിറന്ന അതേ ദിവസം ഒരു അച്ഛനും അമ്മയും കൂടി പിറന്നു. ഒരു പുരുഷനും സ്ത്രീയും മാത്രമായിരുന്ന 2 പേര് ആ ദിവസം അച്ഛനും അമ്മയായി പരിവർത്തനം ചെയ്യപ്പെട്ടു. അച്ഛനും അമ്മയെന്ന നിലയിൽ നമ്മൾ എത്ര ദൂരം സഞ്ചരിച്ചുകൊണ്ട് നടക്കാനായിട്ട് എന്താ മാനദണ്ഡം? നമ്മളെത്ര സ്നേഹത്തിൽ ഈ കുഞ്ഞുങ്ങളോടൊപ്പം സഞ്ചരിച്ചു എന്നുള്ളതല്ലാതെ. ചുരുക്കത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ യാത്രകളുടെയും അളവുകോൽ നിശ്ചയിച്ചിരിക്കുന്നത് ആ ചെറിയ പെൺകുട്ടിയുടെ വാക്കിലുണ്ട്. മൈ വൊക്കേഷൻ ഇസ് ടു ലവ്. സ്നേഹമല്ലാതെ മനുഷ്യന് വേണ്ടി മറ്റൊരു ദൈവവിളി നൽകപ്പെട്ടിട്ടില്ല. വലിയൊരു കൗതുകരമായ കാര്യം ഇതാണ്. ഈ കൊച്ചുറേസ്യയെ ഡോക്ടർ ഓഫ് ദ ചർച്ചായിട്ടാണ് സഭ കരുതുന്നത്, സഭ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പൊതുവെ വലിയ പണ്ഡിതന്മാർക്ക് വേണ്ടി മാത്രം നൽകപ്പെട്ടിരിക്കുന്നൊരു ശീർഷകമാണ് ഈ പറഞ്ഞ വേദപാരംഗത ഡോക്ടർ ഓഫ് ദ ചർച്ച് എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ. പാണ്ഡിത്യമാണ്, ജ്ഞാനമാണ് മാനദണ്ഡം. ഒരു 60 പേജിൻ്റെ നോട്ട് പുസ്തകത്തിൽ പകർത്തിയെടുക്കാവുന്ന വിധത്തിൽ ഒരു ചെറിയ ഓട്ടോഗ്രാഫി മാത്രം എഴുതിയിട്ടുള്ള ഒരു സ്ത്രീയാണ്, ഈ വളരെ ചെറുപ്പത്തിൽ മരിച്ചു പോയൊരു സ്ത്രീയാണ് ഈ തെരേസ എന്ന് പറയുന്നത്. പുരുഷന്മാരാണ് മിക്കവാറും പേര്. കൂട്ടത്തിലുള്ള സ്ത്രീകളാവട്ടെ, അത് കാതറിൻ ഓഫ് സിയന്നെ ആവാം, അവിലലെ തെരേസ ആവാം, ഇവരൊക്കെ അഗാധമായി പാണ്ഡിത്യമുള്ള മനുഷ്യരായിരുന്നു. വലിയ മിസ്റ്റേക്കുകളായിരുന്നു. അവരെഴുതിയതിലേക്ക് നോക്കുമ്പോഴേക്കും ഇങ്ങനെ കയമില്ലാത്തൊരു കണക്കിലേക്ക് നോക്കുന്ന കണക്കാം നമുക്ക് തല ചുറ്റും. അപ്പോൾ അതൊന്നുമില്ലാതെ വളരെ ലളിതമായിട്ട് സ്നേഹത്തെക്കുറിച്ച് മാത്രം എഴുതി, കൊച്ചു വർത്തമാനങ്ങളും എഴുതി, ചെറിയ പരിഭവങ്ങളും എഴുതി, ചെറിയ സങ്കല്പങ്ങളുമൊക്കെ എഴുതി കടന്നുപോയ ഈ സ്ത്രീക്ക് ഇത്തരം ഒരു വിശേഷണം സഭ കൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് സജീവമാണ്. വരും കാലങ്ങളിൽ ജ്ഞാനമെന്ന് പറയുന്നത് സ്നേഹം മാത്രം. സ്നേഹമല്ലാതെ മറ്റെന്ത് ജ്ഞാനത്തെക്കുറിച്ചാണ് ഇനി നമുക്ക് പറയാനുള്ളത്? എത്ര നമുക്ക് പറഞ്ഞു തീരാത്ത ഒരു വിചാരത്തിൽ നിന്നൊരു സ്പ്രിംഗ് ബോർഡിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പം അതിനകത്ത് 1 കൊറിന്ത്യർ 13 പറയുന്ന ആ പുരാതന ഗീതം, അതിനകത്ത് പറയുന്ന ഒരു കുഞ്ഞു വരി കൂടി നമുക്ക് നമ്മുടെ ഒരു ധ്യാന വിചാരത്തിലേക്ക് കൊണ്ടുവരാമെന്ന് കരുതുന്നു. സ്നേഹം എല്ലാം പ്രത്യാശിക്കുന്നു. ലവ് ഹോപ്സ് ഓൾ തിങ്സ്. പ്രതീക്ഷ എന്ന് പറഞ്ഞൊരു കാര്യത്തിന് ആവശ്യത്തിലേറെ പരിക്ക് പറ്റുന്നൊരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ചുറ്റിനും ആശിക്കാൻ അധികം കാര്യങ്ങളിൽ നിന്ന മട്ടിൽ കാര്യങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. മനുഷ്യർക്ക് ജോലി നഷ്ടപ്പെടുന്നു, അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യങ്ങൾ നിലച്ചു പോകുന്നു,
ഇങ്ങനെ ആഘോഷങ്ങളില്ലാതെ പോകുന്നു. ഒരുപക്ഷെ ഇങ്ങനെ നമ്മുടെ ഒരു നൂറ്റാണ്ട് കാണേണ്ടി വരുന്ന ഏറ്റവും മെലങ്കോളിക്കായിട്ടുള്ള ഏറ്റവും വിഷാദഭരിതമായ ഒരു കാലത്തിലൂടെയാണ് ജീവിതം മുമ്പോട്ട് പോകുന്നത്. ആ കാലത്തിലിരുന്നു കൊണ്ടൊക്കെയാണ് നമ്മൾ ഈ വരിയെ ഉറക്കെ വായിക്കേണ്ടത്. സ്നേഹം സകലതും പ്രത്യാശിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ കടന്നു പോകും. ലോകമതിൻ്റെ ഭംഗിയെ വീണ്ടെടുക്കും. മനുഷ്യർ അവരുടെ സഞ്ചാരങ്ങളെ വീണ്ടെടുക്കും. മനുഷ്യർ അവരുടെ ആഘോഷങ്ങളെ വീണ്ടെടുക്കും. സ്നേഹത്തിന് പ്രതീക്ഷിക്കാൻ മാത്രമേ പറ്റൂ. ചിലപ്പോൾ ഇങ്ങനെ ആൽക്കഹോളിക്കായിട്ടുള്ള ചില മനുഷ്യരുടെ പിന്നാലെ പോകുന്ന അവരുടെ സ്ത്രീകളെക്കുറിച്ച് ആലോചിക്കാറുണ്ട്. എവിടെ ഒരു മരുന്നിനെക്കുറിച്ച് കേട്ട് കഴിഞ്ഞാലും അത് കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നു. അവിടെ ഒരു വൈദ്യനുണ്ടെന്ന് അറിയുമ്പോൾ അവിടേക്ക് പോകുന്നു. ഇവിടെ ഒരു ധ്യാനകേന്ദ്രം ഉണ്ടെന്ന് പറയുമ്പോൾ അവിടേക്ക് ഭർത്താവിനെ വിളിച്ചുകൊണ്ട് പോകുന്നു. ഒരു 10-20 അറ്റംപ്റ്റുകൾക്ക് ശേഷം സ്വാഭാവികമായിട്ട് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും മടുപ്പുണ്ടാവേണ്ടതാണ്. ഇനി ഓരോരുത്തർക്കും അവരവരുടെ വഴി എന്ന മട്ടിലെ കാര്യങ്ങൾ അതൊക്കെ ഇങ്ങനെ ചൊല്ലിട്ട് അവസാനിപ്പിക്കേണ്ട. എന്നിട്ടും പുതിയൊരിടത്തിലേക്ക് എന്തെങ്കിലും ഒരു മാറ്റമുണ്ടെന്ന് അറിയുമ്പോൾ, അല്ലെങ്കിൽ അവിടെ ഒരു ചികിത്സ ഉണ്ടെന്ന് അറിയുമ്പോൾ, ഇവിടെ റീഹാബിലിറ്റേഷൻ ഉണ്ടെന്ന് അറിയുമ്പോഴേക്ക് വീണ്ടും അയാളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് അവർ പോവുകയാണ്. അയാൾ ഒരു മതിപ്പും ഈ സ്ത്രീക്ക് കൊടുക്കുന്നില്ല. അവരെ പുച്ഛിക്കുന്നുണ്ട്, അവരെ ശകാരിക്കുന്നുണ്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് മനുഷ്യർ ഈ പറഞ്ഞ ചില അപമാനകരമെന്ന് വിശേഷിപ്പിക്കാവുന്ന മനുഷ്യൻ നിലയിൽ പോലും തലയുയർത്താൻ പറ്റാത്ത വിധത്തിൽ ഈ തലകുനിച്ചൊക്കെ ഇങ്ങനെ ചില യാത്രകളിൽ കൂട്ടുപോകുന്നത്? ഒരു പ്രത്യാശയാണ്. ഒരു ദിവസം ഈ പറഞ്ഞ മദ്യപാനം എന്ന് പറയുന്ന രോഗാതുരതയിൽ നിന്ന് തൻ്റെ പുരുഷൻ പുറത്ത് കിടക്കും. പണ്ടൊക്കെ അത്രയും കൃത്യമായിട്ട് നിരീക്ഷിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഞാനത് വളരെയേറെ ശ്രദ്ധിക്കുന്നുണ്ട്. അത്തരമൊരു ഇച്ഛാശക്തിയോ അത്തരമൊരു പ്രത്യാശയോ ഒന്നും ഒരു കാലത്തും ഒന്നിനോടും പുലർത്താണ്ട് എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോഴാണ് ഈ പറഞ്ഞ ഈ പാവപ്പെട്ട എല്ലാവരും ഈ പിന്നാലെ ഓരോരോ കാര്യങ്ങൾക്ക് പിന്നാലെ അലഞ്ഞ് കൃത്യമായിട്ടൊരു സുരക്ഷിതത്വമില്ലാത്തതിൻ്റെ പേരിലും കൃത്യമായിട്ട് പോഷകം പോലും ഇല്ലാത്തതിൻ്റെ പേരിലുമൊക്കെ മെല്ലിച്ചു പോയ ഈ സ്ത്രീകൾ പ്രത്യാശയുടെ വലിയ അടയാളങ്ങളായിട്ട് നിൽക്കുന്നത്. സ്നേഹത്തിന് പ്രത്യാശിച്ചേ പറ്റൂ. കുഞ്ഞുങ്ങൾ പഠിക്കും, ലോകം കുറേ കൂടി ഭംഗിയാവും, ഭൂമിയുടെ പച്ചപ്പ് വർദ്ധിക്കും, പുഴയിലെ മാലിന്യങ്ങളൊക്കെ ഇല്ലാതെയാവും. അങ്ങനെ എന്തിനെക്കുറിച്ചും ഒരു പ്രത്യാശ പുലർത്തണമെങ്കിൽ ഈ സ്നേഹമെന്ന് പറഞ്ഞൊരു സംഭവം മാത്രം. സ്നേഹത്തിൽ നിന്നാണ് വാസ്തവത്തിൽ ഈ പ്രതീക്ഷ എന്ന് പറഞ്ഞൊരു കാര്യം സംഭവിക്കുന്നത്. 3 കാര്യങ്ങളാണ് മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ ഏറ്റവും അടിസ്ഥാനമെന്ന് പൗലോസ് തന്നെ വേറൊരിടത്ത് പറയുന്നുണ്ട്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇത്രയും ഭംഗിയായിട്ട് ഒരു ക്രിസ്തീയ ജീവിതം ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടില്ല. ക്രിസ്തു കേന്ദ്രിതമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാൾ അങ്ങനെ ജീവിക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാനായിട്ട് ഉള്ള മാനദണ്ഡം എന്ന് പറയുന്നത് ഈ 3 ചോദ്യങ്ങൾ മാത്രം ചോദിച്ചാൽ മതി. അയാൾക്ക് എന്തുമാത്രം അഗാധമായ വിശ്വാസമുണ്ട്, എന്തുമാത്രം ഈ ഉപാധിയില്ലാത്ത സ്നേഹമുണ്ട്, അൺകണ്ടീഷണൽ ലവ് ഉണ്ട്. മൂന്നാമതായിട്ട് അയാളുടെ പ്രതീക്ഷ. ഈ പ്രതീക്ഷ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ബൈ പ്രൊഡക്റ്റാണ്. അഗാധമായ സ്നേഹത്തിൽ നിന്നും ഈ അഗാധമായ വിശ്വാസത്തിൽ നിന്നും ഈ പറഞ്ഞ സമ്മർദ്ദങ്ങളില്ലാത്ത ഈ അൺകണ്ടീഷണൽ ഉപാധിയില്ലാത്ത സ്നേഹത്തിൽ നിന്നുമൊക്കെ ഉണ്ടാവുന്ന ഒരു തളിർപ്പിൻ്റെ പേരാണ് പ്രതീക്ഷ. ബൈ പ്രൊഡക്റ്റ്. ഈസ്റ്റർ സീസണിൽ തന്നെയാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത്. ഈസ്റ്റർ എന്ന് പറയുന്നത് ഈ പ്രതീക്ഷയുടെ ഉത്സവമാണ്. അപ്പോൾ ലോകത്ത് പതുക്കെ മനുഷ്യൻ പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലെന്നൊക്കെ മനുഷ്യർ പരസ്പരം മന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്തിൽ സ്നേഹം എന്ന് പറയുന്ന ഒരു അച്ചുതണ്ടിൽ നിന്നുകൊണ്ട് ഭൂമിയുടെ പ്രതീക്ഷയെ നിലനിർത്തേണ്ട ബാധ്യത ചെറിയ അളവിലോ വലിയ അളവിലോ എല്ലാവർക്കും ഉണ്ട്. അതായിരിക്കണം ഇനി വരും കാലങ്ങളിലെ സുവിശേഷം. കാര്യങ്ങൾ ഒന്നും അവസാനിക്കില്ല, എല്ലാത്തിനും ഒരു തുടർച്ച ഉണ്ടാവും. നമ്മൾ പല ആവർത്തി പറഞ്ഞിട്ടുള്ള ഇൻസിഡൻറ്റിൻ്റെ ഒക്കെ ഒരു ബ്രൈറ്റ്നസ് ഇപ്പോഴാണ് മനസ്സിലേക്ക് വരുന്നത്. ഇങ്ങനെ ഒരു ചെറിയ ദ്വീപിൽ മനുഷ്യർ ഈ കൃഷിപ്പണിയെടുത്ത് ജീവിക്കുക. മുന്തിരി കൃഷി അവരുടെ പണി. അത്തവണ നല്ല വിളവുണ്ട്. ആ മുന്തിരിയൊക്കെ ഇങ്ങനെ വെയിൽ ഉണക്കാനൊക്കെ ഇട്ടിട്ട് അവരിങ്ങനെ സന്തോഷമായിട്ടൊക്കെ ഇരിക്കുമ്പോഴേക്കും ഒരു മഴ പെയ്ത്ത് ആരംഭിച്ചു. കുത്തിപ്പെയ്യുന്ന മഴയാണ്. നോക്കി നിൽക്കുമ്പോൾ ഈ മുന്തിരിക്കൊലകൾ ഇങ്ങനെ കടലിലേക്ക് ഒഴുകി പോവുകയാണ്. ഗ്രാമം മുഴുവൻ ഇങ്ങനെ ശാപവാക്കുകൾ കൊണ്ട് മുഴങ്ങുന്നു, പുലയാട്ട് കൊണ്ട് മുഴങ്ങുന്നു. തൻ്റെ അപ്പൻ എന്നാ പറ്റിയെന്നറിയാനായിട്ടൊരു കൊച്ചുകുട്ടി
ഇങ്ങനെ അയാളുടെ തോട്ടത്തിലേക്ക് ഓടിപ്പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അരയോളം ഇങ്ങനെ വെള്ളത്തിൽ ഈ മനുഷ്യൻ നിൽക്കുകയാണ്. അയാൾ മുഴുവൻ മുന്തിരിപ്പഴങ്ങളും ഒലിച്ചു പോയിട്ടുണ്ട്. കുട്ടി നിലവിളിച്ചുകൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ്, അപ്പോൾ ഓൾ ഓഫ് ഗ്രേപ്സ് ആർ ഗോൺ, ഇവിടെ മുഴുവൻ മുന്തിരിയും പോയി. അപ്പം പറഞ്ഞു, മിണ്ടാതിരിട പോഴ, നമ്മളിവിടെ തന്നെ ഉണ്ട്, വി ആർ ഹിയർ. കാൽച്ചുവട്ടിൽ നിന്ന് എന്തുമാത്രം കാര്യങ്ങൾ ഒലിച്ചു പോകുമ്പോഴും ഇങ്ങനെ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഏതോ ഒരു ശക്തിയിൽ തങ്ങളെ തന്നെ അർപ്പിച്ചുകൊണ്ട് അത് പറയാനുള്ള ധൈര്യം ഉണ്ടാവണം. വി ആർ ഹിയർ, നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ട്. മക്കളതൊക്കെ നമുക്ക് പൂർത്തിയാക്കാവുന്നേ ഉള്ളൂ. ഒത്തിരി ആത്മഹത്യകളെക്കുറിച്ചുമൊക്കെ ഈ കാലം നമ്മൾ വായിക്കുന്നുണ്ട്. മനുഷ്യരിങ്ങനെ മുമ്പോട്ട് പോകാനായിട്ട് വഴിയൊക്കെ അടഞ്ഞു എന്നൊക്കെ തോന്നുമ്പോൾ പതുക്കെ തങ്ങളുടെ തന്നെ കളി അവസാനിപ്പിച്ച് പോകുന്ന കഥകളും കേൾക്കുന്നുണ്ട്. ആ പഴയ സിനിമയിലൊക്കെ പറയുന്ന കണക്ക് എല്ലാത്തിനും പരിഹാരമുണ്ട്, മരണത്തിനൊഴികെ. മരണത്തിന് ശേഷം നിങ്ങൾ എന്ത് സെറ്റിൽ ചെയ്യാമെന്നാണ് കരുതുന്നത്? അപ്പോൾ നമ്മുടെ കണക്ക് ഒരു കാലത്തിൽ മനുഷ്യൻ്റെ വായനകൾ പോലും ഭയങ്കര പെസിമിസ്റ്റിക്കാണ്. മീൻ വേൾഡ് സിൻഡ്രോം എന്ന് പറയുന്നൊരു വാക്കൊക്കെ നമ്മളിങ്ങനെ വായനയിൽ കേട്ടിട്ടുണ്ട്. അതായത് ലോകത്തെക്കുറിച്ച് അത്ര മതിപ്പില്ലാത്ത ഒരു ചരിത്ര വിചാരവും ഒരു വ്യാഖ്യാനവുമൊക്കെ മിക്കവാറും പുസ്തകങ്ങളുടെ പ്രമേയമായിട്ട് മാറുന്നുണ്ട്. ഇന്ന് വളരെയേറെ പോപ്പുലറായിക്കൊണ്ടിരിക്കുന്ന പല പുസ്തകങ്ങളും, ഇന്ന് വളരെയേറെ കേട്ടുകൊണ്ടിരിക്കുന്ന പല ചിന്തകരുടെയും പ്രഭാഷകരുടെയും ഒക്കെ വർത്തമാനത്തിൻ്റെ കണ്ടൻ്റ് എന്ന് പറയുന്നത് ഈ മീൻ വേൾഡ് സിൻഡ്രോം. ലോകത്തെക്കുറിച്ച് ഭംഗിയുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കാനായിട്ട് സാധ്യതയില്ലെന്ന് ആ പഴയ ചരിത്രത്തിൻ്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് അവർ പറയാനായിട്ട് ശ്രമിക്കുക. ഒന്നും പ്രതീക്ഷയ്ക്കുള്ള ഒന്നും തരുന്നില്ല. ഇങ്ങനെ ഒരു എഴുത്തുകാരനെ കുറിച്ച് പറയുന്ന കണക്കാണ്. അയാളിങ്ങനെ തനിക്ക് കിട്ടിയ കുറച്ചധികം ധനവുമായിട്ട്, റോയൽറ്റി ആയിട്ട് കിട്ടിയ ധനവുമായിട്ട് ഒരു ബുക്ക് സ്റ്റോളിൽ നിൽക്കുമ്പോഴേക്കും രണ്ട് പേര്, ഒരു പുരുഷനും സ്ത്രീയും പറയുന്നൊരു വർത്തമാനം, ഭാര്യയും ഭർത്താവുമായിരിക്കും, അവർ പറയുന്ന വർത്തമാനം അയാൾ ഓവർ ഹിയർ ചെയ്യുക. ഈ പറഞ്ഞ മനുഷ്യൻ്റെ പുസ്തകത്തിന് വേണ്ടി ആ സ്ത്രീ ശടിക്കുക, അത് വാങ്ങിത്തരണമെന്ന് പറയുന്നു. അപ്പോൾ അവളുടെ പുരുഷൻ പറയുന്ന ഇങ്ങനെയാണ്, എന്തിനാണ് ആ പുസ്തകം? അതിൽ ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന, ആശിക്കാനായിട്ട് പ്രേരിപ്പിക്കാവുന്ന എന്തെങ്കിലും ഉണ്ടോ? അത് വല്ലാത്തൊരു ഭാരമായി ഇയാൾക്ക്. പിന്നീട് അയാൾ അടുത്തുള്ള പുഴയിലേക്ക് ഒരു പക്ഷേ പ്രതീകാത്മകമായിട്ടായിരിക്കാം തനിക്ക് കിട്ടിയ ആ ഒരു റൂബിളുകൾ, റഷ്യയുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ പുഴയിലേക്ക് ഒഴുകിക്കളയുന്ന ഒരു സംഭവം, കഥയൊക്കെ നിങ്ങളും വായിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന, മുമ്പോട്ട് പോകാനായിട്ട് പ്രേരിപ്പിക്കാത്ത ഒന്നും വാസ്തവത്തിൽ മനുഷ്യനെ സഹായിക്കുന്നില്ല. ഒക്കെ ഒരൊറ്റ കാര്യത്തിൻ്റെ അടയാളമാണ്. ഇങ്ങനെ സ്നേഹത്തിന് ഇങ്ങനെ പതുക്കെ പതുക്കെ ശോഷണം സംഭവിക്കുന്നു. സ്നേഹമുണ്ടെങ്കിൽ മനുഷ്യന് പ്രതീക്ഷിച്ചേ പറ്റും. ഈ മീൻ വേൾഡ് സിൻഡ്രോം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിൻ്റെ തന്നെ ഒരു സൂചനകളെന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഒന്നിങ്ങനെ ഭയങ്കരമായ സിനിസിസമാണ്. ഒരു തരത്തിലും ഒരു മനുഷ്യനെയും അഭിനന്ദിക്കാനോ നന്മയുണ്ടെന്നോ പറയാനാവാത്ത വിധത്തിലുള്ള ഈ വിമർശനം എന്ന് പറഞ്ഞൊരു സ്വഭാവമുണ്ട്. വിമർശനം അതിൽ തന്നെ ഇങ്ങനെ അല്പം പോലും ക്രിയേറ്റീവായ ഒന്നല്ല. നമ്മൾ വിചാരിക്കുന്നുണ്ടാവും അതങ്ങനെയാണെന്ന്. എല്ലാത്തിനെയും വിമർശിക്കുക, എല്ലാത്തിനെയും പരിഹസിക്കുക, ഒരു പരനിന്നെന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് ജീവിതം മാറിക്കൊണ്ടിരിക്കുക. സിനിസിസമാണ് എന്തിനെക്കുറിച്ചും. മനുഷ്യർ മിക്കവാറും ഈ ദിവസങ്ങളിലൊക്കെ ഈ മതത്തെയും രാഷ്ട്രീയത്തെയും ഒക്കെ ഇങ്ങനെ പരിഹസിക്കുന്ന രീതിയുണ്ട്. അതിനകത്ത് സംഭവിച്ചിട്ടുള്ള ഫ്ലോസ് ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷെ അതുണ്ടാക്കിയ വ്യത്യാസം, അതിനകത്തൊരു കുറച്ചുകൂടി ഒരു ഹോപ്പ്ഫുള്ളായിട്ടുള്ള ഒരു ഹിസ്റ്ററിയെ പഠിക്കുന്നവർക്ക് മാത്രമേ പിടുത്തം കിട്ടുകയുള്ളൂ. രാഷ്ട്രീയത്തോടൊക്കെ ആ മനുഷ്യർ പുലർത്തുന്ന ഒരു അത്ര ഭംഗിയില്ലാത്തൊരു സമീപനമുണ്ട്. എല്ലാവരെയും സാറെന്നും ചേട്ടനെന്നും ഒക്കെ വിളിക്കുമ്പോൾ പോലും നമ്മുടെ നാട്ടിലൊരു രാഷ്ട്രീയക്കാരൻ നമ്മൾ പേര് മാത്രമേ വിളിക്കാറുള്ളൂ. വാസ്തവത്തിൽ അവരെ കണക്കുള്ള കുറേ അധികം മനുഷ്യർ തങ്ങളുടെ യൗവനവും ജീവിതവും ഒക്കെ എന്തൊക്കെയോ തരത്തിൽ ദേശത്തിന് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി നൽകാൻ തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ മോട്ടീഫ് എന്ന് പറയുന്നത് എന്തെന്നുള്ളത് അവിടെ നിൽക്കട്ടെ.
ചുരുക്കത്തിൽ ഒന്നിനോടും മതിപ്പില്ലാത്ത ഒരു കാര്യമായിട്ടാണ് ഈ സിനിസിസം എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു തരം മനുഷ്യനോടുള്ളൊരു താല്പര്യക്കുറവ്, അതും ഇതിൻ്റെ തന്നെ ഒരു പ്രത്യേകതയാണ്. മനുഷ്യനോടുള്ള താല്പര്യക്കുറവ് വരുന്നത് കൊണ്ടാണ് മറ്റു പലതിനെക്കുറിച്ചുമുള്ള ഇപ്പോൾ പുസ്തകങ്ങൾക്കകത്ത് പോലും പലപ്പോഴും ഇങ്ങനെ മനുഷ്യൻ കഥാപാത്രമായിട്ട് മാറുന്നില്ല. റോബോട്ട്സുകളോ പുതിയ സാങ്കേതിക വിദ്യയോ അല്ലെങ്കിൽ ജീവജാലങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളോ ഒക്കെ വരുന്നത് വാസ്തവത്തിൽ ഈ മനുഷ്യനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണെന്ന് കൂടി ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. പിന്നെ പെസിമിസം, ഒന്നും ശുഭകരമാകാൻ പോകുന്നില്ലെന്ന് പറയുന്ന വാസ്തവത്തിൽ അത്തരം ചില മീൻ വേൾഡ് സിൻഡ്രോത്തിനൊക്കെ എതിരായിട്ടൊക്കെയാണ് ഇത് കണക്കുള്ള ചില പുസ്തകങ്ങളൊക്കെ രൂപപ്പെടുന്നത്. ഹ്യൂമൻ കൈൻഡ്, എ ഹോപ്പ്ഫുൾ ഹിസ്റ്ററി കണ്ടെത്തി വായിക്കാവുന്ന നല്ലൊരു പുസ്തകം. മുമ്പോട്ട് പോകുന്ന പ്രതീക്ഷയ്ക്ക് കാരണമുള്ള കുറേ അധികം ഘടകങ്ങൾ ഈ പുസ്തകത്തിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ ഈ പുസ്തകത്തിലേക്ക് എത്തി അവസാനിപ്പിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് സെൻറ്റ് പോളിൻ്റെ ആ വാക്കിലേക്ക് എത്തി പതുക്കെ നമസ്കരിച്ച് പിരിയാന്ന കരുതുക. സ്നേഹം സകലതും പ്രത്യാശിക്കുന്നു. നാളെ കുറേ കൂടി ഭംഗിയുള്ളതാവണം, ഇല്ലെങ്കിൽ പിന്നെ നാളെ എന്തിനാണ്. താങ്ക് യു. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.